ഇക്കുറി ചിലപ്പോൾ ആലപ്പുഴയും കടന്നു നീങ്ങാനുള്ള സാഹചര്യമുണ്ട്. കാരണം കരുത്തന്മാർ വളരുകയാണ്, കരുത്തന്മാരുടെ എണ്ണം കൂടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരിക്കും അത് നിരണം ബോട്ട് ക്ലബ്ബ് അല്ലെങ്കിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. ഇതുപോലുള്ള ടീമുകൾ വൻ പോരാട്ടം കാഴ്ചവെക്കുന്നു. ഈ PBCക്കും അല്ലെങ്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനും വിയപുരത്തിനോ അല്ലെങ്കിൽ കൈനഗിരി UBC VBC കൈനഗിരി ടീമുകൾക്കൊക്കെ മുന്നിൽ വലിയ തോതിൽ അവർ മത്സരം കാഴ്ചവെക്കുന്നു. അതാണ് ഈ ജനമേളയെ ഒളിമ്പിക്സിന് തുല്യം. പല ദേശക്കാരാണ് ഒളിമ്പിക്സിൽ. ആ ഒളിമ്പിക്സിൽ എന്ന പോലെ ഒളിമ്പിക്സിന്റെ ഒരു സ്റ്റേഡിയത്തിൽ പല രാജ്യക്കാർ ഒരു കൊടക്കീഴിൽ അണിനിരക്കുന്നത് പോലെ ചുണ്ടൻ വള്ളം കളിയുടെ ഈ ഓളത്തിൽ ഈ താളത്തിൽ അണിനിരക്കുന്നു പലയിടങ്ങളിൽ നിന്നുള്ള ചുണ്ടൻ വള്ളങ്ങൾ ടീമുകൾ. അത് 21 ജലരാജാക്കന്മാരാണ് 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അണിനിരക്കുന്നത്. അത് ആനാരിയുണ്ട്, വെള്ളംകുളങ്ങരയുണ്ട്, കരുവാറ്റ ശ്രീവിനായകനുണ്ട്, കാരിച്ചാലുണ്ട്, കരുവാറ്റ പുത്തൻചുണ്ടനുണ്ട്, ചെറുതനയുണ്ട്, നടുവില പറമ്പനുണ്ട്. അങ്ങനെ എണ്ണം തുഴഞ്ഞ് കൃതവറ നിന്ന കുട്ടനാട്ടിലെ രാജാക്കന്മാരുടെ തേരോട്ടത്തിന് ഇതാ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. മാസ്റ്റിൽ ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ജലഘോഷയാത്രയാണ്. ഈ വള്ളങ്ങളങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരുമ്പോൾ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ്. ഒന്നാം ഹീറ്റ്സിൽ തുഴയെറിഞ്ഞ് കടന്നു വരുന്നത് ആരൊക്കെയാണ്? ഈ പുന്നമടക്കായലിൽ ഇതിഹാസം രചിച്ച ക്ലബ്ബുകൾ, ട്രോഫി നേടിയ ക്ലബ്ബുകൾ ഇക്കുറി അംഗത്തിനെത്തുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കുവാൻ നിർവാഹമില്ല. 2017 ഹീറ്റ്സ് മത്സരത്തിൽ ഈ നെഹ്റു ട്രോഫിയിൽ ഹീറ്റ്സിൽ റെക്കോർഡ് വേഗം കുറിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പള്ളാത്തുരുത്തിയുടെ ആ ഒരു പോയിന്റ് നില മറികടക്കുവാൻ, ആ ചിത്രമൊന്ന് മാറ്റിമറിക്കുവാൻ ഇന്ന് വരെ ഒരു ക്ലബ്ബുകൾക്കും സാധിച്ചിട്ടില്ല. ഇക്കുറി അതിന് മാറ്റം വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഉറപ്പായും അതികാത്തിരിപ്പിന്റെ ഏതാനും മിനിറ്റുകളാണ്. മിനിറ്റുകൾക്കകം തന്നെ ഈ ജലഘോഷയാത്രയ്ക്ക് ശേഷം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നു. മാസ്റ്റിൽ കഴിഞ്ഞ് വള്ളങ്ങൾ ഒന്നൊന്നായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ചുണ്ടൻ വള്ളങ്ങൾ ഇതാ ഒന്നൊന്നായി അണിനിരന്ന് മെല്ലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നു. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നീങ്ങുന്ന വള്ളങ്ങളിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ട്രാക്കിൽ ഓരോന്നായി അണിനിരക്കുകയാണ്. ജയപ്രകാശ് കിരങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ ഹീറ്റ്സിൽ നമ്മൾ അറിയാം കൈനഗിരി ടൗൺ ബോട്ട് ക്ലബിന്റെ ആനാരി ചുണ്ടൻ, സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറത്തിന്റെ വെള്ളംകുളങ്ങര ചുണ്ടൻ, മങ്കമ്പ് ബോട്ട് ക്ലബിന്റെ കരുവാറ്റ ശ്രീവിനായകൻ, കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് പായിപ്പാടിന്റെ കാരിച്ചാൽ ചുണ്ടൻ. ഈ 4 സുപ്രസിദ്ധ ചുണ്ടൻ വെള്ളങ്ങൾ അണിനിരക്കുന്ന ഒന്നാമത്തെ ഹീറ്റ്സ് തുടങ്ങാൻ വെച്ചിരിക്കുന്ന സമയം 3 മണിയായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റ് ലേറ്റ് ആണ്. എങ്കിൽ പോലും ആവേശത്തിന് കുറവില്ല. ആവേശം അത് ഇരട്ടിയായി കയറുന്നതേയുള്ളൂ. ആവേശം പെരുമ്പറ കൊട്ടി കയറുന്നതേയുള്ളൂ. ഈ ഓരോ ആരാധകരുടെയും ചുണ്ടിലുള്ള ട്രംപറ്റ് പോലെ അതിങ്ങനെ കയറി വരികയാണ്. താളം മുറുകുകയാണ് ജയപ്രകാശ്. അതെ, ഒന്നാം ഹീറ്റ്സിൽ പറഞ്ഞതുപോലെ ആനാരി ഒന്നാം ട്രാക്കിൽ 20ാം നമ്പർ വള്ളം ആനാരി കൈനഗരി ടൗൺ ബ്ലോക്ക് തുഴയുന്ന ആനാരി ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിൽ 10ാം നമ്പർ വള്ളമാണ് വെള്ളംകുളങ്ങര സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായ്പുറത്തിന്റെ വെള്ളംകുളങ്ങര. 1988 ഈ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി മൊത്തമിട്ട വെള്ളംകുളങ്ങര 2ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിൽ 16ാം നമ്പർ വള്ളം കരുവാറ്റ ശ്രീവിനായകൻ മങ്കമ്പ് ബോട്ട് ക്ലബിലൂടെ ചിറകിലേറി കടന്നു വരുന്നു. 4ാം ട്രാക്കിൽ 3ാം നമ്പർ വള്ളം കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് പായിപ്പാടിന്റെ കാരിച്ചാൽ ജലചക്രവർത്തി കാരിച്ചാൽ 74, 75, 76, 82, 83, 84, 86, 87, 2000, 2001, 2003, 2008, 2011, 2016, 2024 എന്നീ വർഷങ്ങളിൽ ഈ പുന്നമടക്കായലിൽ ഇതിഹാസം രചിച്ച ജലചക്രവർത്തി കാരിച്ചാലടക്കം 4 ജലരാജാക്കന്മാരാണ് ഒന്നാം ഹീറ്റ്സിൽ മാറ്റിവെക്കുന്നത്. ഒന്നാം ഹീറ്റ്സിൽ ജയപ്രകാശ് കിരങ്ങനെ സൂചിപ്പിച്ചതുപോലെ വമ്പൻ ടീമുകൾ, വമ്പൻ ക്ലബ്ബുകൾ, വമ്പൻ ചുണ്ടൻ വെള്ളങ്ങൾ അണിനിരക്കുന്നു. ജലകേസരികൾ ഈ പുന്നമടക്കായലിലെ ഓളങ്ങളെ കീറി മുറിച്ച് മുന്നിലേക്ക് എത്തുമ്പോൾ, ഇവിടെ ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കുമ്പോൾ അവിടെ ആവേശത്തിന്റെ അണപൊട്ടും. ആവേശം അത് ഇരട്ടിയായും അണപൊട്ടുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശബ്ദം കൊണ്ട്, താളം കൊണ്ട്, കയ്യടികൾ കൊണ്ട്, ചുവടുകൾ കൊണ്ട് ഒക്കെ അണപൊട്ടുന്ന കാഴ്ചയായിരിക്കും ആവേശത്തിൽ. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു ദൃശ്യവിരുന്നിന് കൂടിയാണ് ഈ 71ാമത് ജലോത്സവം നെഹ്റു ട്രോഫി ജലമേള സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതെ, ഇന്ന് രാവിലെ
10 മണിക്ക് ജലമേള ആരംഭിക്കുകയുണ്ടായി. ചെറുവള്ളങ്ങളുടെ ഇരുട്ടുകുത്തി സി ഗ്രേഡ്, ബി ഗ്രേഡ്, അതോടൊപ്പം തന്നെ വെപ്പ് എ ഗ്രേഡ്, ബി ഗ്രേഡ് വള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങൾ കഴിഞ്ഞു. അതിനുശേഷമാണ് 3 മണിക്ക് ചുണ്ടവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുന്ന ഏതാണ്ട് സമയം 20 മിനിറ്റ് വൈകിയെങ്കിലും വളരെ മനോഹരമായ അന്തരീക്ഷമാണ്. മേഘാവൃതമാണെങ്കിൽ പോലും മഴയൊന്ന് മാറി നിൽക്കുകയാണ്. ഈ പുന്നമട കായലിന്റെ ഇരുകരകളിലും അങ്ങനെ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ജലോത്സവ പ്രേമികൾ ജനലക്ഷങ്ങൾ അങ്ങനെ ആത്തപ്പൂട്ട മത്സരം പോലെ അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ച. എന്തൊരു ഭംഗിയാണ്, എന്തൊരു വീറാണ്, എന്തൊരു വാശിയാണ്. ആ കുഞ്ഞോളങ്ങൾ ആ ഓളം തള്ളി നിൽക്കുമ്പോഴത്തേക്ക് പുന്നമട കായലെ നീ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയല്ലേ. ജനരാജാക്കന്മാരുടെ തേരോട്ടത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അങ്ങനെ കുണങ്ങി നിൽക്കുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ചുണ്ടൻവള്ളങ്ങളുടെ ആദ്യ ഗെയിറ്റ്സോ മത്സരങ്ങൾ ആരംഭിക്കുകയായി. പുന്നമടയുടെ ഈ നാണം കൊടി നിൽക്കുന്ന ഭാവമൊന്നുമല്ല ജലോത്സവത്തിന്റെ ആദ്യ സ്റ്റാർട്ടിംഗ് വിസിൽ മുടങ്ങുമ്പോൾ പിന്നീട് അങ്ങ് ആവേശം നിറയും. പുന്നമടയ്ക്ക് ലഭിച്ച പുണ്യമാണ് നെഹ്റു ട്രോഫി ജലമേള. പുന്നമടയ്ക്ക് ലഭിച്ച ഭാഗ്യമാണ്, സൗഭാഗ്യമാണ് ജലോത്സവം. കാരണം ആദ്യം ഇത് പുന്നമടയിലായിരുന്നില്ല, പുന്നമടയിലേക്ക് ജലോത്സവം എത്തുകയായിരുന്നു. ജലോത്സവം എത്തുകയാണ്. 1952 മൺട്രോന്തുരുത്തിലാണ് ഈ പൂനപ്പള്ളിക്കായലിൽ ഈ മത്സരവള്ളംകളി ആരംഭിക്കുന്നത്. അന്നാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവേശഭരിതനായിട്ട് ആ നടുഭാഗം ചുണ്ടനാണെന്ന് ജയിച്ചത്. ആ വള്ളത്തിലേക്ക് ചാടി കയറി ആവേശത്തിന്റെ കൊടുമുടിയെത്തി. അദ്ദേഹം ഡൽഹിയിൽ ചെന്നു. തന്റെ പ്രധാനമന്ത്രി വേണ്ടിയുള്ള ട്രോഫി, വെള്ളിക്കപ്പ് കയ്യൊപ്പാലോടുകൂടി ആ ട്രോഫിയാണ് നെഹ്റു ട്രോഫിയായി മാറിയത്. 1953 കണി നടന്നില്ല. 1954 ഈ പുന്നമട കായലിൽ നെഹ്റു ട്രോഫിക്ക് ആരംഭം കുറിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവം ഇക്കുറിയും വളരെ ഭംഗിപൂർവ്വം 54 മുതൽ പുന്നമട ഈ ആവേശത്തിനിളക്കം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. 1954 തുടങ്ങി വെച്ചു. പിന്നീട് ഇടയ്ക്കൊരു മുടക്കം വന്നത് അത് കോവിഡ് ബാധിച്ച ആ 2 വർഷം മാത്രമാണ്. അതിനിപ്പുറവും അതിനപ്പുറവും ഒരിക്കൽ പോലും ഈ ജലമേളയ്ക്ക് ഒരു കോട്ടവും ഒരു തടസ്സവും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു തടസ്സം മാത്രമായിരുന്നു അത് കോവിഡ് കാലഘട്ടത്തിൽ. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും നമ്മൾ ചുണ്ടൻ വെള്ളത്തിലെ തുഴച്ചിലിനെ പറ്റി പറയും. ഒറ്റമയ്യായി, ഒറ്റത്തുഴയായെന്ന്. ശരിക്കും പറഞ്ഞാൽ ചുണ്ടൻ വെള്ളത്തിലിരിക്കുന്ന തുഴച്ചിൽക്കാരെ പോലെ തന്നെയാണ് കരയിലിരിക്കുന്നവരും. ഇത്ര തിങ്ങി നിറഞ്ഞിരിക്കുമ്പോഴും അവർക്ക് തർക്കങ്ങളില്ല, തടസ്സങ്ങളില്ല, അവർക്ക് വാഗ്വാദങ്ങളില്ല. കാരണം അവർ കാണാൻ വന്നിരിക്കുന്നത് ഈ ആവേശപ്പോരാണ്. അതുകൊണ്ട് കരയിലും അവർ ഒറ്റമയ്യായി, ഒറ്റക്കൈയായിരിക്കുന്നു കരയിലും ഈ ജലോത്സവ പ്രേമികൾ. അതായത് സ്പോർട്സ് ആർട്ട് സ്പിരിറ്റാണ്. 21 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റിവയ്ക്കാൻ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ 20 ദിവസക്കാലമായി ഭഗീരഥ പ്രയത്തെ ട്രയലെടുത്താണ് അവർ കടന്നു വരുന്നത്.